ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ മോർണിംഗ് എക്സസൈസൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വെയിലായി. കുറച്ച് ദിവസമായി തിരക്ക് കാരണമൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഫ്രണ്ട്സൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ എടുത്ത് നിർത്താമെന്ന് വിചാരിച്ചു. കൊച്ചുമക്കളെല്ലാം വീട്ടിലുണ്ട്, നല്ല തിരക്കാണ്. പിന്നെ ഇന്നിപ്പം അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് ലോകം മുഴുവൻ ആചരിക്കുകയാണല്ലോ. അതിൻ്റെ 1-2 പ്രോഗ്രാംസ് ഉണ്ട് ഇന്നും നാളെയും. നല്ല തിരക്കാണ്. എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അന്താരാഷ്ട്ര വയോജന ദിനത്തിൻ്റെ സന്ദേശം നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, വിയന്ന അന്താരാഷ്ട്ര സംഘടന രാജ്യങ്ങളുടെ തീരുമാനപ്രകാരമാണ് നമ്മൾ ഈ ഒക്ടോബർ 1 ലോക വയോജന ദിനമായി ആചരിക്കുന്നത്. അന്ന് ഈ ദിനം ഇങ്ങനെ ആചരിക്കുമ്പോൾ 15-14 ഇങ്ങനെ ശതമാനമുള്ള, ഇന്നിപ്പോൾ അത് കയറി വളരെ വളർന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രിഡോമിനൻറ്റ് ഫാക്ടറായി മാറിക്കൊണ്ടിരിക്കുക ഓരോ രാജ്യത്തും എൽഡേഴ്സ്. നമ്മുടെ കേരളത്തിലും അങ്ങനെ വരുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരു മുതിർന്നവരുടെ കാലം വരികയാണ്. പക്ഷെ ഇവിടെ അത് അത്രയും ഫീൽ ചെയ്യാത്തത്. നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പഠനത്തിനായും ജോലിക്കായും ഒക്കെ വിദേശത്തേക്ക് കുടിയേറി പോകുന്നതുകൊണ്ട് ഇവിടെ ഒരു കോൺഫ്ലിക്കേഷൻ ഉണ്ടാകുന്നില്ല. കാരണം മിക്ക കുടുംബങ്ങളിലും മുതിർന്നവർ മാത്രമേ ഉള്ളൂ, അവരുടെ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ നാം മറന്നു കിടക്കുന്നൊരു കാര്യമുണ്ട്. ഈ നാടിനെ ചലിപ്പിക്കേണ്ടുന്ന ചലനാത്മകരായിട്ട് മാറേണ്ടവരാണ് നമ്മളങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരുന്നവരാണ്. നമ്മുടെ യൗവനത്തിലും മധ്യവയസ്കത്തിലൊക്കെ നമ്മൾ ഒത്തിരി ജോലി ചെയ്യുകയും പഠിക്കുകയും സമൂഹത്തെ നയിക്കുകയും ഒക്കെ ചെയ്തവരാണ്. പക്ഷേ തുടർന്നും അത് ചെയ്യണമെന്നാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നത്. കാരണം ഇനി നമ്മുടെ ഈ കുട്ടികളുടെ സ്കൂളിൻ്റെ അതൊന്നും എടുത്ത് നോക്കിയാൽ ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3-4 വർഷമായി സ്കൂളിൽ ചേരുന്ന, ഗവൺമെൻറ്റിലാകട്ടെ സ്വകാര്യ മേഖലയാകട്ടെ ചേരുന്ന പുതിയ കുഞ്ഞുങ്ങളുടെ എണ്ണം കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞിട്ട് ഞെട്ടിപ്പോയി. ഭയങ്കരമായിട്ട് കുറയുകയാണ്. അതായത് ജനനം ഭയങ്കരമായിട്ട് കുറയുന്നു, മൈഗ്രേഷൻ കൂടുന്നു. അപ്പോൾ ആവശ്യമായ യുവശക്തി നമ്മുടെ നാട്ടിൽ അവൈലബിളാകാതെ വരുന്നു. അപ്പോൾ എന്തു ചെയ്യും? സ്വാഭാവികമായിട്ടും മുതിർന്ന നമ്മളത് ഏറ്റെടുക്കണം. നാം നമ്മുടെ ശാരീരികക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട്, പല രീതിയുണ്ട്, വർദ്ധിപ്പിച്ചുകൊണ്ട് രോഗാവസ്ഥയിൽ നിന്ന് മുക്തി നേടി നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി പണിയെടുക്കണമെന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് കാലഘട്ടം നമ്മളെ ഏൽപ്പിക്കുന്നത്. ഈ സുദിനത്തിൽ ഒക്ടോബർ എന്ന ഈ എൽഡേഴ്സിൻ്റെ ഈ സുദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരാശംസ നേരുകയാണ്. അതോടൊപ്പം ഭൗതിക തലത്തിൽ ചിന്തിച്ചുകൊണ്ട്, കർമ്മശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി പോരാടാൻ നമുക്ക് അരയും തലയും മുറുക്കി രംഗത്ത് വരാം. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.